തങ്കം, ഞാൻ പറഞ്ഞ കാര്യം നീ അമ്മയടുത്ത് പോയി ചോദിച്ചില്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളോട് ഞാൻ പറഞ്ഞ കാര്യം കട്ട് ചെയ്തോ? ആ തുണിയെല്ലാം കട്ട് ചെയ്ത് ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. തുണിയല്ല, സാമ്പാർ കഷ്ണം. സാമ്പാറൊക്കെ റെഡിയായി, അത് തിളച്ച്. ഞാൻ ഉപ്പും നോക്കി. അന്ന് ഇനി അവിടെ അടിച്ചു വാരിട്ടേക്ക്. എന്താ നാളത്തെ തീയതി എത്രയാണെന്നറിയാമോ? എന്താ നാളത്തെ തീയതിക്ക്? നിങ്ങളുടെ ബർത്ത്ഡേയാ? അതല്ല, നാളെ അമ്മയ്ക്ക് പെൻഷൻ കിട്ടുന്ന ദിവസം. അതെ, അമ്മയ്ക്ക് എല്ലാ മാസം പെൻഷൻ കിട്ടണല്ലേ? എടി, ഞാൻ പറഞ്ഞ കാര്യം നീ അമ്മയടുത്ത് ഒന്ന് ചോദിക്കും. നിങ്ങളോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത് അത് നടക്കൂല 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 എന്ന്. പിന്നെയും പിന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ എന്തിനാ? പിന്നെ എങ്ങനെ LIC അടയ്ക്കും? അതെന്നോട് തന്നെ ചോദിക്കും, എങ്ങനെ LIC അടയ്ക്കൂന്ന്. 10,000 രൂപയാവും പോളിസി. 3,000 രൂപ എൻ്റെ കയ്യിലുണ്ട്. 5,000 രൂപ അമ്മ തരും. പിന്നെ 2,000 രൂപ വേണോടി. ഒരു കാര്യം ചെയ്യും, അമ്മയുടെ ഔദാര്യമായിട്ടൊന്നും വേണ്ട, നീ ഒരു 2,000 രൂപ കടമായിട്ട് ചോദിക്കും. വേഗം തരും. ഇത്ര നാൾ മേടിച്ചതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അമ്മ നോക്കിയിരിക്കുക കടം തരാൻ. എന്റെ പൊന്നോ, തോനെ തല്ലി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തോന്നണ്ട എനിക്ക്. അല്ല, എനിക്കൊരു സംശയം, നീ ഹവീൽദാർ വീരഭദ്രന്റെ മോളല്ലേ? ഈ സൂചി വെച്ചിട്ട് കുത്തു വന്നിട്ടുണ്ടെങ്കിലോ കണ്ണി ഞാൻ കുത്തിയെടുക്കും ഞാൻ. അനാവശ്യം പറയണോ? അനാവശ്യമൊന്നുമല്ല, എൻ്റെ അമ്മയുടെ ചില സമയത്തെ പ്രവൃത്തി കാണുമ്പോൾ അങ്ങനെയാ തോന്നണേ. എന്റെ അമ്മ എന്ത് ചെയ്തെന്നാ ഈ പറയണത് നിങ്ങള്? നിന്റെ ആങ്ങളെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ? അതിന് 10,000-40,000 രൂപ ശമ്പളം ഉണ്ടല്ലോ. നിനക്കാണെങ്കിൽ ഒരു ജോലിയില്ല, ഞാനാണെങ്കിൽ നിന്നെ സഹായിച്ച് ഇവിടെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ കിട്ടുന്ന പെൻഷനിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് കൂടുതലും നമുക്ക് തന്നൂടെ? മാണെന്ന് പറഞ്ഞ തീരെ ഇല്ല അല്ലേ നിങ്ങൾക്ക്? കഷ്ടം. നിങ്ങൾ എന്താ പറഞ്ഞോണ്ടിരുന്ന വെച്ചത്? നീ പൊന്നാണ്, പാലാണ്, തേനാണ്, നിന്നെ ഞാൻ രാജകുമാരി ആക്കിയിട്ട് എങ്ങാണ്ടും കൊണ്ടുവന്ന് ഇരുത്തും. ഓരോന്നും പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് വിളിച്ചിട്ട് ഇറക്കിക്കൊണ്ട് പോയിട്ടും. വിളിച്ചിറക്കിക്കൊണ്ട് എങ്ങോട്ട് പോയി? ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ, നമ്മൾ അന്തസ്സായിട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഒരു അടുത്ത് കുത്തിക്കൊല്ലാനാ തോന്നണം എനിക്ക്. കുടുംബം നടക്കണമെങ്കിൽ ഞാൻ തന്നെ മെഷീൻ ചവിട്ടണം, ഒരു പണിക്കും പോവരുത്. അത് ഇടയ്ക്ക് ഞാനത് ചവിട്ടാന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കാത്തോണ്ട്. ഇനി ഇതും കൂടി കേടാക്ക്, അപ്പൊ പട്ടിണി കിടക്കാം ഇവിടെ. മോറ്റം കൂടും. LIC എങ്ങനെ അടയ്ക്കുമെന്ന് എനിക്കറിയത്തില്ല. അതെ, നിങ്ങൾ എൻ്റെ അമ്മയുടെ പെൻഷൻ കണ്ടിട്ടാണ് ഈ LIC പോയി ചേർന്നത്. ഇവിടെ നോക്കിയേ, അവനവന് ചോദിച്ച് മേടിച്ചെടുക്കാമെങ്കിൽ മേടിച്ചോ, അല്ലാതെ ഞാൻ ചോദിച്ച് മേടിച്ച് തരുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ ചോദിക്കൂല. നിന്റെ അമ്മയടുത്ത് ഞാൻ ചോദിക്കാൻ, എന്നിട്ട് വേണം അവരെ വായിരിക്കുന്ന മുഴുവനും ഞാൻ കേൾക്കാൻ. എന്നാ പിന്നെ നിങ്ങൾ ചോദിക്കണ്ട. ആ തള്ളയുടെ ചില സമയത്ത് വർത്താനം കേട്ടാൽ എൻ്റെ നാവ് ചൊറിഞ്ഞു വരാറുണ്ട്. അതാ പറഞ്ഞത്, നിങ്ങൾ ചോദിക്കണ്ട. ഏത് തള്ളക്ക് ചൊറിയുന്ന കാര്യമാണ് ഈ പറയുന്നത്? അമ്മേ, എൻ്റെ അമ്മയ്ക്ക് 2-3 ദിവസമായിട്ട് ദേഹം മുഴുവനും ചൊറിച്ചില്. അപ്പൊ ഏതെങ്കിലും ഒരു നല്ല വൈദ്യനെ കാണിക്കണമെന്ന് പറയുമായിരുന്നു. കൊണ്ടുപോയി കാണിക്കും, നല്ലതാ. ഇത് എവിടെ പോകുന്നു? അമ്മ ഇങ്ങനെ മണം പിടിച്ചു വന്ന വരവാ. എന്റെ സാമ്പാറിന്റെ മണം പിടിച്ചു വന്ന വരവാ. സത്യം, ഇപ്പൊ കാശ് ചോദിച്ചാ കിട്ടും. കിട്ടും കിട്ടും കിട്ടും. നീ ചോദിക്കടി. പിന്നെ നീ ചോദിച്ചാ കിട്ടും. നീ ചോദിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് നാറ്റവും മണമൊന്നും വരുന്നില്ലേ? നാറ്റോ? നാറ്റോ? എന്ത് നാറ്റം? ഉണ്ട്. അമ്മ വന്നപ്പോഴാ മണം. ഇനി അമ്മ പറഞ്ഞോ? നല്ല കാര്യമായി പോയി. എന്റെ മുറിയിൽ എന്തോ ഒരു മണം. അവിടെ ഇരുന്നപ്പോ നാറ്റം അറിഞ്ഞാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിന്റെ തള്ളെടുത്ത് ഞാൻ ചോദിക്കും. LIC മുടങ്ങും, ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഇല്ല 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 ഇല്ല, നീ ചോദിക്കുന്നുണ്ടോ? എനിക്ക് പറ്റില്ല. പോ. എന്തോ നാടി ഒന്ന് കുശൂഷിക്കുന്നത്? അതെ അമ്മേ, ക്ലീറ്റസ് ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ല അമ്മേ. ഭയങ്കര കരച്ചിലായിരുന്നു. എന്തിനാ? ക്ലീറ്റസ് പറയാണേ, ക്ലീറ്റസിന്റെ സ്വന്തം അമ്മ പോലും ഇതേപോലെ സ്നേഹിച്ചിട്ടില്ല എന്ന്. സത്യം അമ്മേ, അമ്മ എനിക്ക് അമ്മായി അമ്മയല്ല, എൻ്റെ സ്വന്തം അമ്മയുടെ അമ്മ. അമ്മയുടെ സ്നേഹത്തെ കുറിച്ച് ഞാൻ ഇന്നലെ എവിടെടുത്ത് പറഞ്ഞപ്പോ ഇവള് പറയാണ്, നാളെ അമ്മയ്ക്ക് 5,000 രൂപ പെൻഷൻ കിട്ടുമല്ലോ, അതിൽ നിന്ന് 2,000 രൂപയും കൂടെ അധികം അമ്മയെടുത്ത് ചോദിച്ചിട്ട് നമുക്ക് പോളിസി അടയ്ക്കാമെന്ന്. ഞാൻ പറഞ്ഞ അമ്മ അതൊന്നും വേണ്ട, ശരിയല്ല, ഇപ്പൊ തന്നെ അമ്മ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ടെന്ന്.
ഈ 5000 തരുന്നതിന് 2000 രൂപ കുറച്ചാൽ കൊള്ളാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനിപ്പോ 2000 രൂപ കുറയ്ക്കണേ? ഇതിനെന്നാ? എനിക്കും 10 പൈസ കരുതി വെക്കട്ടെ. ഈ പൈസ കരുതി എന്നെ നോക്കാൻ ആര് കാണുമെന്നാ വിചാരിക്കുന്നത്? അമ്മേനെ നോക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ? അയ്യോ, അമ്മയെ നോക്കുന്ന മക്കൾ, എന്റെ മക്കളെ നടക്കാത്ത കാര്യത്തിനെ കുറിച്ച് ആലോചിക്കണം, നടക്കുന്ന കാര്യം വല്ലതും ആലോചിക്കാം. മാറ്റം കൊണ്ട് എടാ നോക്കി നിൽക്കാതെ പോടാ അങ്ങോട്ട്. എവിടെയെങ്കിലും പോയി തരേ പാടി ഇങ്ങോട്ട്. എനിക്ക് തയ്ക്കാനുണ്ട്. ആ തയ്ക്കാം, നീ ഇങ്ങോട്ട് വാ. വീടിന്റെ മുകളിൽ കൊടുത്തത് പോരെ, എന്തോരു മാറ്റം ഇത് ദൈവമേ. അമ്പലക്കുറി 5000, ചങ്കുണ്ടിയേട്ടൻ്റെ കുറി 2500, പാല് 2200, സ്കൂട്ടർ ഡീസൽ അടിച്ചത് മെയിൻ്റനൻസ് 1800. ഓ, ജമന്തിക്ക് ചുരിദാർ 2500. 2500 പോരാ, 5000, 6000 കിടക്കട്ടെ. ഈ മാസം ശമ്പളം അമ്മയുടെ പലിശക്കാശും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ മാസം വലിയ കുഴപ്പമില്ലാണ്ടങ്ങ് പോവാം. ഫാസിലെ നമ്മൾ തമ്മിൽ എന്തോ ഒരു കണക്കുണ്ടല്ലോ. ഒരു 1500. 1500 ഞാൻ നിനക്ക് തരാനാണോ നീ എനിക്ക് തരാനാണോ? ഇതാണ് നിനക്ക് പൈസ കടം തരാത്തത്. അപ്പം ഞാൻ നിനക്ക് തരാനാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയെ അമ്മക്ക് മരുന്ന് മേടിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നോട് 1500 മേടിച്ചാ. ഓ, നീ എൻ്റെ ആ തോമസിൻ്റെ കൂടെ പോയി വെള്ളം അടിച്ചാ? മറന്നുപോയാ? പൈസ അല്ലേ? പൈസ അല്ല, ആ പൈസ നിനക്ക് ഒരു 2 മാസം കൂടെ കഴിഞ്ഞിട്ട് തന്നാൽ മതിയോ? എൻ്റെ കനക, നിനക്ക് കാര്യങ്ങൾ അറിഞ്ഞൂടെ? ഞാനൊരു കണക്കിനാണ് മുന്നോട്ട് പോകുന്നത്. നിനക്ക് എന്താ എത്ര വലിയ ബുദ്ധിമുട്ട്? നീ കുടുംബത്തിലെ ഇളയ സന്തതിയല്ലേ? ഉമ്മ മാത്രമല്ലേ വീട്ടിലുള്ളൂ? എൻ്റെ കനക, ഇളയ മക്കളാകണ വലിയ കഷ്ടപ്പാടാണ്. കുടുംബത്ത് ജനിക്കണമെങ്കിൽ മൂത്ത മക്കളായിട്ട് ജനിക്കണം. ഇളയവനാണെന്നും പറഞ്ഞ് ഉമ്മാര് തറവാട് നമ്മുടെ തലയിൽ വെച്ച് തന്നുകൊണ്ട് പോകും. പിന്നെ വല്ല വിഷുവിനാ സംക്രാന്തിക്ക് 2 കിലോ നേന്ത്രപ്പഴമായിട്ട് ഒരു ഉമ്മാനെ കാണാൻ വന്ന് പോയി കഴിഞ്ഞാൽ ഉമ്മാക്ക് ഈ നേന്ത്രപ്പഴത്തിന്റെ കാര്യം പറയാനേ നേരമുള്ളൂ. നമ്മൾ ഈ പോസ്റ്റിൽ നെഞ്ചിട്ട് കയറി ബുദ്ധിമുട്ടി മരുന്ന് മേടിച്ചു കൊടുക്കണതിനൊന്നും ഒരു വിലയില്ല, ഒരു ഓർമ്മയില്ല. ഇളയ മക്കളെ, എടാ, അച്ഛനമ്മമാരെ നോക്കുന്ന കാര്യത്തിലൊന്നും ഇങ്ങനെ കണക്ക് പറയാൻ പാടില്ല. ഇങ്ങനെ കണക്ക് പറയുന്ന മക്കളൊക്കെ ഉണ്ടല്ലോ, അമ്മ എന്നുള്ള വാക്ക് ഉച്ചരിക്കാൻ കൊള്ളാത്തവരാണ്. ഉച്ചരിക്കല്ല, അല്ലെ ഞാൻ ഉമ്മാന്ന് വിളിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തർക്കുത്തരം പറയുമല്ലോ. അതെ, ഇനി നമുക്ക് ഇനി ഇരിക്കണ്ട, ഇവിടെ ആ കണക്ഷൻ കൊടുക്കാൻ കൊടുത്തിട്ട് വരാം. എന്തായാലും തടയുകയും ചെയ്യും, വെറുതെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. സെക്കൻഡ്. ഹലോ. ഏട്ടാ, ഇത് എവിടെയാ? ഞാൻ ഓഫീസിൽ. അത് ഇപ്പൊ തിരക്കിലാണോ? ഒന്ന് വേഗം ഇങ്ങോട്ട് വരുമോ? എന്റെ ഏട്ടാ, ഇവിടെ ഭയങ്കര നാറ്റം. നാറ്റോ? എന്ത് നാറ്റം? എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ വീട് മുഴുവൻ ഞാൻ നോക്കി. ഒന്ന് ഇനി വാ ഏട്ടാ. ഇനി പല പട്ടിയും ചത്ത ചീഞ്ഞാണോന്ന് എന്റെ സംശയം. പട്ടി ചത്തുന്നോ? ഇനി ആ വഴിക്കൊന്നും പോണ്ട. പട്ടി ചത്തുന്നൊക്കെ പറഞ്ഞ വലിയ കേസാണ്. മനുഷ്യൻ ചത്താ പോലെ ഇത്ര പ്രശ്നമില്ല. ശരി ശരി, വരാം. ഞങ്ങൾ കണക്ഷൻ കൊടുക്കാൻ വഴി വരുന്നുണ്ട്, അപ്പോൾ കയറാം. വേഗം വാ. ഓക്കെ. എന്താ? അതൊരു നാറ്റക്കേസ്. നാറ്റക്കേസാ? വാ. അതെ, ഇവിടെ ഒരു വകയും ഞാൻ കണ്ടില്ല. ഇനി നോക്കാൻ എന്നെ കിട്ടത്തില്ല. അയ്യോ, എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മനുഷ്യൻ ഇവിടെ ഇരിക്കണ്ടേ? അമ്മേ, വാടകയൊക്കെ 2 ദിവസം കഴിയുമ്പോ താനെ അങ്ങ് മാറിക്കോളും. അമ്മ, തെക്ക് നിൽക്കുമ്പോ തോന്നുന്നു വാട വടക്കുന്നാ വരുന്നത് എന്ന് പറഞ്ഞ് ഞാൻ വടക്കോട്ട് പോയി നോക്കിയപ്പോ വാട തെക്കോട്ട് പോയി. എടാ, തെക്കുന്ന് കാറ്റടിക്കുമ്പോ നമുക്ക് തോന്നുന്നു തെക്കുന്ന് ഇങ്ങോട്ട് വരുന്നെന്ന്, വടക്കുന്ന് കാറ്റടിക്കുമ്പോ തോന്നുന്നു വടക്കുന്ന് ഇങ്ങോട്ട് വരുന്നെന്ന്. അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞ് ഞാൻ തെക്ക് വടക്ക് നടക്കണം. എന്താണ് ഇതെന്താന്നറിയാമോ? അപ്പുറത്തെ പറമ്പിൽ എന്തോ ചത്ത് ചീഞ്ഞ് കിടക്കണതാവാ. വല്ലവന്റെ മറമ്പ് ചീഞ്ഞ് കിടക്കണേ, അതോടെ കിടന്നോട്ടെ. എനിക്ക് വയ്യ നോക്കാൻ. എന്റെ പൊന്നനെ ഒന്ന് കളിക്കരുത് നീ. പിന്നെ അവന്റെ പറഞ്ഞു പോയി നോക്കാം. എന്റെ മുഖം കണ്ടിട്ട് വേണം അവൻ എന്നെ ചീത്ത വിളിക്കാൻ. എന്റെ മുഖം കണ്ട അവൻ എന്നെ ചീത്ത വിളിക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ നാത്തൂനെ അപ്പുറത്തെ പറമ്പിൽ എന്തോ ചീഞ്ഞ് നാറി കിടപ്പുണ്ടതാ. പിന്നെ അപ്പുറത്തെ പറമ്പിൽ ഇങ്ങനെ നാറ്റം ഇങ്ങോട്ട് വരുമല്ലേ അമ്മ? ഇത് ഇവിടുന്ന് തന്നെ. പിന്നെ ഇവിടുത്തെ ഇവിടെ തന്നെ നാട്ടിലേക്ക് വന്നേ. ഇനി വാ. എന്താ ഈ പാത്രം ഒന്ന് പൊക്കി നോക്കിയേ. ആ പാത്രത്തിലൊന്നുമില്ല, അത് എടുത്തിട്ട് കാലങ്ങളായി. അതാ ഞാൻ പറഞ്ഞത്, അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ചത്ത് ചീഞ്ഞിരിപ്പുണ്ടാവും. നോക്ക്. അതിന്റെ ഉള്ളിലോട്ട് ചത്ത് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ അതിന്റെ ഉള്ളിലോട്ട് കടന്നു പോകും. ഒന്ന് നോക്കണോണ്ട് എന്താ? ഇത് എന്നോട് പറഞ്ഞു നാത്തൂനെ നോക്കിയാൽ എന്താ കുഴപ്പം? നാത്തൂന്റെ പാത്രം എടുത്തെന്ന് പറഞ്ഞ് എന്നോട് വഴക്കൂടാൻ വേണ്ടിട്ടല്ലേ? ഞാൻ വഴക്കൂടൂല. എടുക്ക്. നാത്തൂനൊന്ന് നോക്ക്. ഞാൻ നോക്കൂല. പറഞ്ഞുകൊണ്ട് അതെന്റെ നിന്നെ ഒന്നും പറയണ്ട. നിന്നെയൊക്കെ നിലയ്ക്ക് നിർത്താൻ കഴിവില്ലാത്ത നിന്റെ കെട്ടിയോമാരെ പറഞ്ഞേച്ചാ മതി. ഒന്ന് മിണ്ടായിരിക്കണ്ടോ? നിന്റെ തന്തയുണ്ടല്ലോ ആ ഹവിൽദാര്, അങ്ങേര് വീട്ടിലുള്ളപ്പോ ഞാൻ ഒരു അക്ഷരം വേണ്ടിട്ടില്ല, അറിയാമോ? എന്തിനാ അന്നേരം മിണ്ടുന്നത്? ഇപ്പൊ ഇങ്ങനെ ചെലച്ചോണ്ടിരിക്കല്ലേ? എവളെന്റെ കയ്യിൽ നിന്ന് മേടിച്ചാണ്. അമ്മ, എന്ത് വേണേലും പറഞ്ഞാൽ ഞാൻ കേൾക്കാമേ.
നാളെ പെൻഷൻ കിട്ടുന്ന കാര്യം നീ മറന്നോ? അമ്മേ ഞാൻ നോക്കാം. വേണ്ട, നോക്കി അവിടെ ഒന്നും ഇല്ല. ആ ഇതാണ് ഞാൻ പറഞ്ഞത് ഇല്ല ഇല്ലാന്ന്. മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത് ഇല്ലാന്ന്. എന്നാ പിന്നെ പോയി കണ്ടുപിടിച്ചോണ്ടാ. അമ്മേ അതിന്റെ അപ്പുറത്തേലുണ്ടാവും. എനിക്ക് തലവേദന എടുക്കണ. ഇവിടെ കാണത്തില്ല, ഇവിടെ അല്ല, ഇവിടെ അല്ലൊരു പെണ്ണേടാ, അവിടെ എനിക്കത് കണ്ട തല ചുറ്റുപടി. എലിയായിരുന്നു. ഓ ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞോണ്ട് നിൽക്കണ്ട. നിങ്ങള് ഇതിനെ കുടിച്ചിടാനുള്ള വഴി നോക്കി പോയി. ആ എലി തന്നെ, പോയി. ആ കുടിച്ചിടാൻ പറ്റിയ ആള് ദേ വന്നല്ലോ. എന്താ എന്താ എന്താടി പ്രശ്നം? ഏട്ടാ അവിടെ ഒരു എലി ചത്തതാ. എലിയോ? ആ ഭയങ്കര നാട്ടു കേട്ടാ. ഈ എലി ചത്തതിനാ നീ എന്നെ വിളിച്ചു വരുത്തിയത്? ഏട്ടാ അത് എലിയാന്ന് ഞാൻ ഇപ്പോഴല്ലേ അറിഞ്ഞേ. എനിക്ക് 100 കൂട്ടം പണികളുണ്ടെന്ന് അവിടെ. ഏട്ടാ ഞാൻ അറിഞ്ഞില്ല, ഇപ്പഴത് കണ്ടുപിടിച്ചേ. അളിയാ ഇവിടെ മമ്മിട്ടില്ലേ? നമുക്കതിന്റെ ആവശ്യമില്ല കളിയാ. അവിടെ ഇല്ലടി. അവിടെ ഇരിപ്പുണ്ട്. ആ അവിടെ വീടിന്റെ പിന്നാമ്പുറത്ത് മമ്മിട്ടി ഇരിപ്പുണ്ട്. അത് എടുത്തോണ്ട് വന്ന് ആ എലിയെ കൊണ്ടുപോയി കുഴിച്ചിടും. പിന്നെ വേറൊരു കാര്യം, കുഴിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം മമ്പട്ടി അതേപോലെ അങ്ങ് തിരിച്ച് വെച്ചേക്കണം. ഞാൻ കുടിച്ചിടാൻ ഒന്നാമതായി ഈ എലിയെ കണ്ടിട്ട് തല ചുറ്റി നിൽക്കാൻ വയ്യ എനിക്ക്. മാത്രമല്ല അളിയ ഈ സാധനം ഞാൻ എടുത്ത് ഉപയോഗിച്ചിട്ടില്ല. ഇനി എങ്ങാനും എടുത്ത് ഉപയോഗിച്ചിട്ടെ വല്ല അപകടവും സംഭവിച്ചാലോ? അളിയ എന്റെ കൈ മുറിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അളിയ ധൃതിപ്പെടണ്ട, ഈ മുറിവ് ഉണങ്ങിയിട്ട് സാവകാശം കുഴിച്ചിട്ടാ മതി അളിയ. പിന്നല്ല എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ ക്ലീറ്റുവിന് ഒരുപാട് പണിയുണ്ട്. എനിക്ക് തുണിയൊക്കെ വെട്ടിത്തരാനുണ്ട്. ഈ എലീനെ ഒന്നും കുഴിച്ചിടാൻ ഞങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. നാത്തൂന് എന്തോ ഒരു മനുഷ്യത്വം ഇല്ലാതെ പറയണേ. ഇത് കണ്ടോ, സ്വന്തം ആങ്ങളുടെ കൈ മുറിഞ്ഞിരിക്കണേ. ഈ കൈ വെച്ചിട്ട് ഇവന് പോസ്റ്റ് കയറാലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഈ എലി ഇവിടെ ചത്തി കിടന്ന് കുഴിച്ചിടാൻ നിങ്ങൾക്ക് ആർക്കും പറ്റൂലേ? ഇല്ല പറ്റൂല. ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഈ എലീനെ വിഷം വെച്ച് കൊന്നത് നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ? അപ്പൊ നിങ്ങൾ അങ്ങ് കുഴിച്ചിട്ടാ മതി. അയ്യോ ആ എലിയുടെ ശല്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ? അയ്യോ ദേ ഈ എലിയെ കൊണ്ട് ഒരു ശല്യമില്ലായിരുന്നു. ഒരു കാര്യമില്ലാതെ അതിനെ വിഷം വെച്ച് കൊന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ എലി ഇവിടെ കടന്നോട്ട്. നിങ്ങൾക്ക് ആരും കുഴിച്ചിടാൻ പറ്റില്ലെങ്കിൽ അവിടെ കടന്നോട്ട്. അവിടെ കിടന്നോട്ടെ. ആ അതന്നെ. എന്താ ആ എലി എടുത്ത് കുഴിച്ചും കൂടെ നിന്നെ കൊണ്ട് പറ്റുമോ? അമ്മ എന്റെ കൈ മുറിഞ്ഞിരിക്കുകയാണ്. ശരി. മാത്രല്ല അവനവിടെ പോസ്റ്റിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. അവൻ പോസ്റ്റിന്റെ മുകളിൽ ഇരിക്കുമ്പോ ഞാൻ എലി കുഴിച്ചിടും. ശരി, നിനക്ക് വയ്യ തോക്കിയോ. മേലാൽ ഈ വക നാറ്റ കേസിന്റെ വിളിച്ചാൽ കുട്ടി പൊട്ടിക്ക് ഞാൻ കണ്ടു. സ്വന്തം തള്ള പറഞ്ഞിട്ട് കേൾക്കാതെ പോയി നോക്കിയാ. എന്നാ ക്ലീറ്റസേ, എന്തോ നിന്നെ കൊണ്ടാവോ അതിനെ എന്നോടത്ത് കുഴിച്ചും കൂടെ? ഇല്ല അമ്മ ക്ലീറ്റുവിന് ഒരു നിന്നോട് ചോദിച്ചില്ല, ഞാൻ ക്ലീറ്റസിനോട് ചോദിച്ചു. നിനക്ക് പറ്റുമോ? ഇല്ല തങ്കം പറഞ്ഞല്ലോ പറ്റില്ല. ആർക്കും വയ്യെങ്കിൽ വേണ്ട, അതവിടെ കിടന്നോട്ടെ. പറഞ്ഞു പറഞ്ഞു മടുത്ത് മാറുമ്പോ ഇല്ല കാര്യമൊന്നുമില്ല. വാശിയാണെങ്കിൽ എല്ലാവരും വാശിയും വെച്ചോണ്ട് അവിടെ ഇരുന്നോട്ടെ. അവിടെ കിടന്ന് നാറും, അത്ര തന്നെ. അല്ല, 2 ആണുങ്ങളുള്ള വീടായത്. ആർക്കെങ്കിലും ഒന്ന് കുഴിച്ചിട്ടൂടെ അത്? അല്ല, ഒരുത്തൻ എൻ്റെ മരുമോനാണ്, അവനോട് പറയുന്നതിനൊരു പരിധിയുണ്ട്. അല്ല, മറ്റവൻ എൻ്റെ മോനല്ലേ, അവൻ എന്താ ചെയ്താ? അമ്മ എന്താ അങ്ങനെ പറയണേ? എന്ത്? ഏട്ടന്റെ വിരല് മുറിഞ്ഞിരിക്കണത് അമ്മ കണ്ടതല്ലേ? എടി വിരലല്ലേ മുറിഞ്ഞിട്ടുള്ളു, അതിൽ കൂടെ കുടലൊന്നും പുറത്ത് വന്നിട്ടില്ലല്ലോ. അമ്മ അതല്ല, പിന്നെ മുറിഞ്ഞ കൈയും കൊണ്ട് പിന്നെ കൈക്കോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ മുറിവ് വലുതാവൂലേ, അതുകൊണ്ടാ. അല്ലെങ്കിൽ തന്നെ കൈ മുറിഞ്ഞെന്നും പറഞ്ഞ് ഏട്ടൻ ഇവിടെ വെറുതെ ഇരിക്കുവാണോ? എങ്ങാണ്ടൊക്കെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഓടി നടക്കുക. അല്ലാതെ ഇപ്പം ഒരു എലിയെ കുഴിച്ചിട്ടെന്ന് പറഞ്ഞ് എന്റെ ഏട്ടൻ എന്ത് സംഭവിക്കാനാ? അങ്ങനെ പണിയെടുക്കാൻ മടിയുള്ള ആളൊന്നും അല്ല എന്റെ ഭർത്താവ്. അമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഒരു പണിയില്ലാത്ത ഒരാൾ ഇവിടെ ഉണ്ടല്ലോ, ക്ലീറ്റോ ചേട്ടൻ. അങ്ങേർക്ക് എന്താ ഒരു എലിയെ കുഴിച്ചിട്ട് കഴിഞ്ഞാല് എന്താ വേർത്ത് പോവായിരിക്കും? അപ്പൊ അതല്ലോ വാശിയാ, രണ്ടിനും വാശിയാ. പറയണ കൊണ്ടൊന്നും തോന്നരുത്. അമ്മയുടെ മോക്കും വാശി അങ്ങ് അറ്റത്താ. ഞങ്ങളാണല്ലോ എലി വിഷം വച്ചത്, അതുകൊണ്ടാണല്ലോ എലി ചത്തത്. അപ്പൊ ആ എലിയെ ഞങ്ങൾ തന്നെ കുഴിച്ചിടണം. അതൊരുമാതിരി വൃത്തിയായിട്ട വാശിയല്ലേ അമ്മേ? എനിക്ക് പിന്നെ എലിയെ പേടിയാന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ പോയി കുഴിച്ചിട്ടേനെ. ആരും കുഴിച്ചിടണ്ട. നാറ്റത്തേക്കൊക്കെ കൊടുത്ത് വാശിയാണെങ്കിൽ അതവിടെ കിടന്ന് ചീഞ്ഞ് നാറും, അത്ര തന്നെ. എന്നാടി ഓടി വന്നതേ കാക്ക. എന്നാ കാക്ക നീ എന്നാ കാക്കയെ കണ്ടിട്ടില്ലേ? പിന്നെ അതൊറ്റ നോക്കിയാ കാക്ക
എലിനെ പിടിച്ചിട്ട് കിണറിന്റെ മുകളിലിരിക്കണോണ്ടോ? ബഹളം വെക്കരുത് കാക്ക, ഞാൻ ഓടിക്കാൻ ബഹളം വെക്കണ്ട. നീ ഒരു കല്ലിങ് എടുത്തേടി. ആയ് മണ്ടത്തരമൊന്നും അല്ല, ഞാൻ ഓടിച്ചു തരാം. കല്ലിങ് എടുത്ത് നീ എനിക്ക് വയ്യ. ബഹളം വെക്കരുത്. ബഹളം വെച്ച കാക്ക പറഞ്ഞു കല്ലെടുത്തേ. അയ്യോ മണ്ടത്തരമാണ്. ഞാൻ അതിന് ഓടിച്ചോളാം, നിങ്ങൾ ബഹളം വെക്കരുത്. കല്ലെടുക്കടി ഇങ്ങോട്ട്. എടി ഞാൻ എറിയുമ്പോ അത് ഈ ആഹാരം കൊണ്ട് പൊക്കോളും. ഈ കല്ലെടുക്കടി. നിങ്ങൾ ബഹളം വെക്കരുത്. അയ്യോ നശിപ്പിച്ചു. ഞാൻ പറഞ്ഞത് എറിയല്ലേ. അയ്യോ, എലി വീണു. നാത്തൂന്റെ അടുത്ത് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ വേണ്ട വേണ്ടാന്ന്. ഞാൻ അറിഞ്ഞ ഈ മെനകെട്ടത് ഇങ്ങനെ ചെയ്യുമെന്ന്. കാലെടുത്ത് കൊടുത്ത് പോയി എന്തിനാന്ന് ഞാൻ അപ്പഴേ പറഞ്ഞതാ. മണ്ടത്തരമാണെന്ന്. അത് പിന്നെ ഞാൻ അറിഞ്ഞോ കാക്ക എലി ഇതിനകത്ത് ഇട്ടിട്ട് പോകുന്നു. കുറ്റം നീ എന്തിനാ ഞാൻ പറഞ്ഞു പറഞ്ഞ കല്ലെടുത്ത് തന്നത്? കണ്ടോ നാത്തോന് സമാധാനായല്ലോ. ഞാൻ അപ്പഴേ പറഞ്ഞ കല്ലെടുത്ത് കൊടുക്കരുതെന്ന്. എന്താ ചെയ്യണത്? അവന്റെ അടുത്ത് പറ ഈ വെള്ളം എല്ലാം കോരി പറ്റിക്കാൻ. സമാധാനായല്ലോടാ കഴുത. അതെ, അമ്മയുടെ മോൻ അതിനെ ഒന്ന് കുഴിച്ചിട്ടിരുന്നെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? അപ്പോഴും അഹങ്കാരത്തിന് ഒരു കുറവില്ല. എന്റെ ഏട്ടനാ കുറ്റം. ഈ പറഞ്ഞത് ചേട്ടൻ അങ്ങ് ചെയ്യാമായിരുന്നില്ലേ? തലവർക്കാണ്. ഇപ്പൊ അതിന് കിണറ്റിലോട്ട് ഇടാൻ ഒരു കുഴപ്പമുണ്ടായില്ല. അത് തന്നെ എനിക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യില്ല. എന്തെങ്കിലും ചെയ്താൽ അത് ഇങ്ങനെ ആയിക്കോട്ടെ. അതെ, എനിക്ക് അത് കണ്ടാലും തല ചുറ്റും. അമ്മാ ജമന്തി. ആഹാ, മണമൊന്നുമില്ലല്ലോ. ആ മന്നക്കണാപ്പം തന്നെ എടുത്ത് കുഴിച്ചിട്ട് കാണും. ഏട്ടാ ആ ഏട്ടാ, നമുക്കിനി ഇവിടുന്ന് വെള്ളം കുടിക്കണ്ട. ഓഫീസിൽ നിന്ന് വരുമ്പോ മിനറൽ വാട്ടർ കൊണ്ടുവരാം. അയ്യോ, എന്തിനാണാവോ? ഏട്ടാ കിണറ്റിലെ എലി. എലിയോ? ആ ചത്ത എലിയില്ലേ, അതിനെ കൊണ്ട് ഒരു കാക്ക കിണറ്റിന്റെ മോളിൽ വന്നിരുന്നു. ക്ലീറ്റോ ചേട്ടൻ കല്ലെടുത്തെറിഞ്ഞു, എലി കിണറ്റിലും വീണു. ഞാൻ അപ്പഴേ പറഞ്ഞതാ കല്ല് എറിയല്ലേന്ന്. ഇങ്ങനെ ഒരു ലോക പരാജയം. ഏട്ടനൊന്ന് വന്ന് നോക്ക്. എല്ലാത്തിനും കാരണക്കാരൻ ദേ വരുന്നു. അളിയന് സമാധാനം ആയല്ലോ. അളിയന് ഉച്ചയ്ക്ക് അളിയൻ അതൊന്ന് കുഴിച്ചിട്ടിട്ട് പോയെങ്കിൽ ഇതുപോലെ സംഭവിക്കുമായിരുന്നോ? ഈ അകത്തെന്തോ മല മറിക്കുന്ന പണിയുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ചെയ്ത പണിയാണത്. ഈ എലിയെ പിടിച്ച് കണ്ടിട്ടുണ്ട്? ഞാൻ പിടിച്ചിട്ടൊന്നുമല്ല, ഒരു കാക്ക കൊണ്ടിട്ടോളാം. ഒരുപാട് മന്ദപ്പന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്നെ പോലെ ഒരു മന്ദപ്പനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അളിയാ സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ. നീ അധികം ഒന്നും വർത്താനം പറയണ്ട. നീ മോശക്കാരനൊന്നും അല്ല. നേരത്തെ ഈ എലിയെ കുഴിച്ചിടാൻ പറഞ്ഞപ്പോ കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവല്ലോ സംഭവിക്കുമായിരുന്നു. ഇനി മതി മതി നിർത്ത്. ഇനി നീ ഒരു കാര്യം ചെയ്യ്, ആ ഫോൺ എടുത്ത് കിണറിറക്കുന്ന ആ ഗണേശനെ ഒന്ന് വിളിക്ക്. ഇതാ ഞാൻ വിളിക്കാം. വിളിച്ചതാ പിടിക്കാതെ അങ്ങോട്ട്. ഓലൊക്കെ വിളിക്കുമ്പോൾ നിൽക്കണം. മക്കളെ ഗണേശ, എടാ ഒന്ന് ഇവിടെ വരെ വാടാ. എൻ്റെ ഈ കിണറൊന്ന് ഇറക്കണം. ആ ഒരു കാക്ക എലി എടുത്ത് കിണറ്റിലിട്ട് എന്തത് എന്തുവാടാ 12,000 10,000 രൂപ തരാം ഞാൻ. അയ്യോ എടാ, എനിക്ക് നാളെ പെൻഷൻ കിട്ടും, നാളെ തരാം. അല്ലമ്മ, എന്താ ഗണേശന്റെ അടുത്ത് പെൻഷന്റെ കാര്യം പറഞ്ഞത്? കിണറിറക്കുന്നതിന്റെ കൂലി നാളെ എനിക്ക് പെൻഷൻ കിട്ടുമ്പോ കൊടുക്കാന്ന്. 10,000 രൂപ ഗണേശന് കൊടുക്കാനോ? പിന്നെ അല്ലെങ്കിൽ കിണറിറക്കണ്ടേ? അപ്പൊ ഞങ്ങളുടെ പൈസയോ? അയ്യോ, ഇവർക്ക് പൈസ ഒന്നും കൊടുക്കണ്ടമ്മേ. ഇവരല്ലേ എലീനെ എടുത്ത് കിണറ്റിട്ടെ. അപ്പൊ ഇവരുടെ പൈസ അങ്ങ് ഗണേശന് കൊടുത്താൽ മതി. ഞങ്ങളുടെ പൈസ എലിനെ വിഷം വെച്ച് കൊന്നോ നിങ്ങൾ രണ്ടുപേരും കൂടിയാ? വിഷം വെച്ച് കൊന്നതിനെ എടുത്ത് കിണറ്റിടാൻ വേണ്ടിട്ടാണോ? അത് തന്നെ തന്നെ ഇടാൻ നിങ്ങളൊന്ന് നിർത്തി. പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യാം, ഗണേശനോട് വരണ്ടാന്ന് പറ. ആ 10,000 രൂപ എനിക്ക് തന്നാ മതി, ഞങ്ങൾ അടച്ചോളാം. അതെ, ഞാൻ ഏട്ടനെ സഹായിച്ചോളാം. അമ്മ ഞങ്ങൾ കിണറിറക്കാം. എന്തിന്? ഞങ്ങൾക്ക് പറ്റുമല്ലോ. ഞങ്ങൾക്ക് പറ്റുമല്ലോ. പിന്നെ നിങ്ങൾക്ക് പറ്റും. ഞങ്ങൾ വിചാരിച്ചാ പറ്റും. നിങ്ങൾ നിർത്തി. നിങ്ങളൊരു കാര്യം ചെയ്യും, 10,000 രൂപ ഞാൻ നിങ്ങളുടെ കയ്യിൽ തരാം. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യണം. എന്താ, സമ്മതമാണോ? എനിക്ക് സമ്മതം തന്നെ. നിനക്ക് സമ്മതമാണോ? ഓ സമ്മതം തന്നെ ചെയ്യാം. ശരി, അപ്പൊ ഞാൻ ഗണേശനെ വിളിച്ച് പറഞ്ഞോളാം വരണ്ടെന്നുള്ളത്. എന്തോ നോക്കി നിൽക്കുന്ന അങ്ങോട്ട് കോരി പറ്റിക്കുന്നതാണ് കൂടെ. എന്തോ നടാ നോക്കി നിൽക്കുന്നത്, അങ്ങോട്ട് ഇറക്കാം. ഞാൻ പോട്ടാ. അങ്ങോട്ട് ചെയ്യ്. ഐശ്വര്യമായിട്ട് തൊടാ. അതാ ഞാൻ വിളിച്ചാൽ മതി. അപ്പൊ
മേപ്പോട്ടൊരു വളിയും പിടിച്ചോ. ആ മേപ്പോട്ട് വരുമ്പോ ഞാൻ പിടിക്കാം. താഴോട്ടിടാം. വേഗം ഇറക്കാൻ അങ്ങോട്ട്. അങ്ങനെ ആജ്ഞാപിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. അങ്ങനെ കോരി പറ്റിക്കണം. എത്രയായാലും കൊള്ളത്തില്ലല്ലോ ഒരു കാര്യം. വല്യമ്മച്ചി, ഈ മൂത്തോ ചൊല്ലും മുതിർന്നെല്ലിക്ക് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വല്യമ്മച്ചി? മോക്ക് അതിന്റെ അർത്ഥം അറിഞ്ഞൂടെ? ഇപ്പൊ എന്താ മോളങ്ങനെ ചോദിക്കാൻ കാര്യം? അതോ ടീച്ചർ നാളെ എന്റെ അർത്ഥം എഴുതിക്കൊണ്ടുവരണമെന്ന് എനിക്കറിയത്തില്ല. അറിയത്തില്ലല്ലോ. ആ പിന്നെ ആ കിണർ ഇറച്ചോണ്ടിരിക്കുന്നവരെ കണ്ട മോളുടെ അച്ഛനും അമ്മയും മാമനും ഒക്കെ അവർ ആ വെള്ളം എല്ലാവരും കോരി പറ്റിച്ച് കിണർ ഇറച്ചിട്ട് വൃത്തിയാക്കിയിട്ട് വരുമ്പോൾ നോക്കാം അവരോട് ചോദിക്കാം ഇതിന്റെ അർത്ഥം എന്താണെന്ന്. അപ്പൊ അവര് പറഞ്ഞു തരും. എന്താ പോരെ? ശരി. എനിക്ക് പിടിക്കണം. അയ്യോ നടു പിടിച്ചോളിയാ. ആ നാട് പിടിക്കൂല. ആ വലിച്ചാ മതി. ഇങ്ങോട്ട് കളിക്കരുത്. Alien versus Alien.